നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഡയറാമോ സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇത്രയും വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള ഒരു ലോട്ട്, അതായത് ഒരു ഡയറാമോ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളങ്ങനെ ഗൂഗിളിൽ നിന്ന് തന്നെ ഒരു PDF എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ PDF എടുത്ത് നമ്മളെ ഇഷ്ടത്തിനുള്ള മെഷർമെന്റിൽ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തു. ഇതാണ് നമ്മൾ പ്രിന്റ് ചെയ്ത നമ്മുടെ ഡയറാമോ. അപ്പോൾ നമ്മുടെ ഡയറാമോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇത് കട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഗാരേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കട്ട് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തുള്ള ഫോറക് ഷീറ്റിൽ ഇത് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിത് സ്റ്റിക്കർ ടൈപ്പ് പേപ്പറിലാണ് പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഒട്ടിക്കാം, നമുക്ക് ആ ഫോറക് ഷീറ്റിൻ്റെ മേഖലയിലൂടെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. സ്റ്റിക്ക് ചെയ്ത് നേരെ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫൈനലി ഫോറക് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് തുടങ്ങാം. കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ഇത് കട്ട് ചെയ്ത് പീസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. 3 പീസായിട്ടുണ്ട്. അപ്പം നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഗം ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത പീസൊക്കെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എല്ലാ സൈഡും ഒട്ടിച്ച് 4 സൈഡ് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗാരേജ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗാരേജ് പക്ക റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കാർ പാർക്ക് ചെയ്യാനുള്ള ലോട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്യണം. നമുക്ക് ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്താൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതെന്ത് സ്റ്റിക്കർ ചെയ്യും. ഇതേപോലെ നമുക്ക് ഇത് ലോട്ട് റെഡിയാക്കാം. ലോട്ടിന് വേണ്ടി ഇങ്ങനെ സ്റ്റിക്കർ ചെയ്ത് നമുക്ക് ഓരോ സൈഡും സ്റ്റിക്കർ ചെയ്ത് നമ്മൾ ഫൈനലി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ മിനി ടൈപ്പ് നമ്മളെ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം നമുക്ക് ഗാരേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടിക്കണം. അങ്ങനെ ഞാൻ ഒരു സൂപ്പറേയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ GTR ആണ് ഒടിച്ചിട്ടുള്ളത്. ഫൈനലി നമ്മുടെ ഗാരേജിലെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം കഴിഞ്ഞ് പക്കയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വണ്ടികളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.